Hello everyone, welcome back to our YouTube channel School Diaries. നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ആനുവൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ആക്ടിവിറ്റി 1, ഹൗ മെനി ചിൽഡ്രൻ? ദ ടേബിൾ ഷോസ് ദ ഡാറ്റ ഓഫ് സ്റ്റുഡൻസ് ഓഫ് രാഹുൽ സ്കൂൾ. അപ്പോൾ രാഹുലിൻ്റെ സ്കൂളിലെ ഡാറ്റാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ആക്ടിവിറ്റി 1 വരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ്? ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ബോയ്സ് ഉള്ളത്? വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഏത് ക്ലാസ്സിലാണുള്ളത്? ദെൻ ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ രാഹുൽ സ്കൂൾ? രാഹുലിൻ്റെ സ്കൂളിൽ എത്ര ബോയ്സ് ആണുള്ളത്? ദെൻ ഹൗ മെനി ബോയ്സ് ആർ ഫ്യൂവർ ഇൻ 4 ക്ലാസ് ദാൻ ദ ക്ലാസ് ബോയ്സ് ഇൻ ദ ക്ലാസ് 1? ക്ലാസ് 4നേക്കാൾ എത്ര കുറവാണ് ക്ലാസ് 1ലുള്ള ബോയ്സിൻ്റെ എണ്ണം എന്നുള്ളതാണ് ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ? സ്കൂളിൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ടേബിൾ ഒന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം അതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 2, കലണ്ടർ. ലുക്ക് അറ്റ് ദ കലണ്ടർ ആണ്. ലുക്ക് അറ്റ് ദ കലണ്ടർ ഗിവൺ. അവിടെ 2025 മാർച്ചിലെ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2025 മാർച്ച് 1 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. മാർച്ച് 7 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഇനി അതിലൊരു സാറ്റർഡേ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേ ഡസ് സൺഡേ ഓഫ് മാർച്ച് കം? മാർച്ചിലെ ആദ്യത്തെ സൺഡേ ഏത് ദിവസമാണ്? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേറ്റ് ഈസ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ഏത് ഡേറ്റിലാണ് വരുന്നത്? റൈറ്റ് ദ ഡേറ്റ് ഓഫ് വെനസ്ഡേ വരുന്ന തീയതികൾ ഏതൊക്കെയാണ്? ദെൻ ഫോർത്ത് വൺ, എ പാർട്ട് ഓഫ് കലണ്ടർ ഇസ് ഗിവൺ ബിലോ, കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ അവിടെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ 2 വരുന്ന കോളത്തിലുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. നമുക്ക് ഈ ഒരു കലണ്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 2. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്സ് ആണ്. ദെൻ ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഫിൽ ദ ബാഗ്. രവി ബോട്ട് സം ഐറ്റംസ് ഫ്രം ദൃശ്യ സ്റ്റോർ. അപ്പോൾ രവി കുറച്ച് സാധനങ്ങൾ ദൃശ്യ സ്റ്റോറിൽ നിന്ന് വാങ്ങി. അപ്പം വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സാധനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തൂക്കവും, ഗ്രാമിലുള്ള തൂക്കവും അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എ ക്വസ്റ്റ്യൻ നോക്കാം. രവി ഡിസൈഡഡ് ടു പുട്ട് ദീസ് ഐറ്റംസ് ഇൻ 2 ബാഗ്സ്. അപ്പോൾ രവി ഇത് 2 ബാഗ്സിലായിട്ട് ഇടാൻ വേണ്ടി തീരുമാനിച്ചു. ഹി പുട്ട് ദ തിങ്സ് വെയ്റ്റ് 1000 grams ഇൻ എ സ്മോൾ ബാഗ്. അപ്പോൾ അവനെന്ത് ഡിസൈഡ് ചെയ്തു? ആ ചെറിയ ബാഗിൽ, നമ്മുടെ ചിത്രത്തിൽ കാണുന്ന ചെറിയ ബാഗിൽ 1000 grams സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ആൻഡ് ദ റിമൈനിങ് ഇൻ എ ബിഗ് വൺ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആ വലിയ സഞ്ചിയിലും ഇടാനാണ് തീരുമാനിച്ചത്. ദെൻ വിച്ച് ഓഫ് ദ ഐറ്റംസ് വെർ പുട്ട് ഇൻ ബിഗ് വൺ ആൻഡ് സ്മോൾ വൺ. അപ്പോൾ ചെറിയ ബാഗിലും വലിയ ബാഗിലും ഏതൊക്കെ സാധനങ്ങളാണ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, സ്മോൾ ബാഗിൽ 1000 gram ആണ് ഉൾപ്പെടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ ഐറ്റംസ് വരും എന്നുള്ള കാര്യം ഒന്ന് എഴുതി നോക്കാം. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ഐറ്റംസ് ഇൻ ദ ബിഗ് ബാഗ്? അങ്ങനെയാണെങ്കിൽ ബിഗ് ബാഗിലുള്ള ടോട്ടൽ ഐറ്റംസിൻ്റെ ടോട്ടൽ വെയ്റ്റ് എത്രയാണെന്നാണ് എഴുതേണ്ടത്. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വെരി ഈസിയാണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ. അവിടെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 ക്വസ്റ്റ്യൻസും പാറ്റേൺ തന്നെയാണ്. നോക്കാം. 125 175 225. ബാക്കി 2 നിങ്ങൾ എഴുതുക. ദെൻ 850 700 550. ബാക്കി 2 നിങ്ങൾ എഴുതുക. ദെൻ 6 16 24. 2 നിങ്ങൾ എഴുതുക. ഫോർത്ത് 1 2 4 6. 2 നിങ്ങൾ എഴുതുക. ഇനി അഞ്ചാമത്തെ നോക്കിയേ, അവിടെ ഒരു പിരമിഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള പ്ലേസ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. ഓരോന്നിൻ്റെയും കണക്ഷൻ വെച്ച് നോക്കിക്കൊണ്ട് അതൊന്ന് ഫില്ല് ചെയ്യുക. ഇതാണ് ആക്ടിവിറ്റി 4. ദെൻ ആക്ടിവിറ്റി 5, മെഷറിംഗ് ജാർ. രാജു വാണ്ട്സ് ടു മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ എ ബോട്ടിൽ. അപ്പോൾ ഒരു ബോട്ടിലുള്ള മിൽക്കിൻ്റെ അളവ് രാജുവിന് നോക്കണം. വിച്ച് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് മിൽക്ക്?
പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ ബോക്സ് നിയർ ബൈ. അപ്പോൾ ഈ കാണുന്നതിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് ടൂളാണ് നമ്മൾ ബോട്ടിലുള്ള മിൽക്കിൻ്റെ അളവ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 3 ടൂൾസ് നോക്കുക, അതിലേതാണെന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ, രാജു വാണ്ട്സ് ടു മെഷർ 1 ലിറ്റർ 200 milliliter ഓഫ് മിൽക്ക്. അപ്പോൾ രാജുവിന് 1 ലിറ്ററും 200 milliliterൻ്റെ 1 ലിറ്റർ 200 milliliter മിൽക്കാണ് വേണ്ടത്. ദെൻ 1 മെഷറിംഗ് ജാർ ഷുഡ് ബി യൂസ്ഡ് ഓൺലി അറ്റ് 1 ടൈം. ഒരു മെഷറിംഗ് ജാർ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓൾ ജാർസ് വിൽ ബി യൂസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ കാണുന്നതിലെ ഏതൊക്കെ ജാർസാണ് രാജു യൂസ് ചെയ്യുക? പുട്ട് എ സർക്കിൾ അറൗണ്ട് ഈച്ച് ഓഫ് ദ ജാർ യൂസ്ഡ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ജാർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിന് റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സി ക്വസ്റ്റ്യൻ, ക്യാൻ യു ഫിൽ 1 liter ജാർ ഇൻ ഡിഫറെൻറ്റ് വേസ് ബൈ യൂസിങ് മെഷറിംഗ് ജാർസ് ഓഫ് 500 milli, 200 milli ആൻഡ് 100 milli. അപ്പോൾ 1 ലിറ്റർ ഏതൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാം, ഏതൊക്കെ തരത്തിൽ മെഷറിംഗ് ജാർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാമെന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. ഒന്നവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 2 നിങ്ങൾ സ്വന്തമായി കണ്ടെത്താം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ എക്സാം ഒന്ന് എഴുതി നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻസേഴ്സിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, സ്കൂൾ ഡയറീസിന് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് അതിലൊന്ന് മെസ്സേജ് അയക്കാം. നമുക്ക് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.